ഒരു തലമുറയുടെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കാമെങ്കിൽ ഒരു വീട്ടിലെ അമ്മയും അച്ഛനും അധ്യാപകരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, മക്കള് കൊച്ചുമക്കള് എല്ലാവരും ഒരേ ലൈൻ പിടിക്കും. പക്ഷെ ഇപ്പോൾ ഒക്കെ ഒരുപാട് വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. സിനിമാ മേഖലയിലോട്ടാണെങ്കിൽ മോഹൻലാൽ നായകനായി എത്തി, മോഹൻലാലിൻ്റെ മകനും നായകനായി വന്നു. മമ്മൂട്ടിയുടെ വീട്ടിലാണെങ്കിൽ നടന്മാരോട് നടന്മാരാ, സഹോദരിയുടെ മോൻ, ജ്യേഷ്ഠൻ, അനുജന്റെ മകൻ, സ്വന്തം മകൻ, ഇങ്ങനെയുള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വെറൈറ്റി പിടിച്ച ഒരു കുടുംബമുണ്ട്. അത് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ കോൺട്രാക്ട് മേഖലയിൽ സജീവമായിക്കൊണ്ടിരുന്ന പാലാത്ര കുടുംബത്തിൽ ഇന്നുള്ളത് 3 വക്കീലന്മാരാണ്. റെൻ ഷിബു, റൂബിൻ ഷിബു, ഡോൺ മാത്യു ചാൾസ്. ഇവര് ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളാണ്. ഇത് നമുക്ക് ശരിക്കും ഒരു വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ്. തീർച്ചയായിട്ടും വളരെ പ്രൗഡായിട്ടൊരു മൊമെന്റ് ആണ്. ഈ മൊമെന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കളുടെ പിതൃക്കൾ, അതായത് അവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് അവരെല്ലാവരും കോൺട്രാക്ടർമാരാണ്, അവർക്ക് വേണമെങ്കിൽ മറ്റൊരു തൊഴിലിനും പോകേണ്ട ഒരാവശ്യകതയില്ല, അത് തന്നെ തുടരുകയും ചെയ്യാം. പക്ഷേ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം ഇതാണ്: പ്രൊഫഷണലായി ജോലി ചെയ്യാനുള്ള താല്പര്യമാണ് ഞങ്ങളെ 3 പേരെയും അഭിഭാഷകരാക്കി എന്നുള്ളത്. അപ്പോൾ ഇരിക്കുന്ന മേഖലയിൽ പിതാവ് കാണിച്ചു തന്ന വഴിയല്ലാതെ സ്വന്തം കാര്യം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രാപ്തി ആ 3 പേർക്കും ഉണ്ടായി. ഇനിയും ചിലപ്പോൾ അത് തന്നെ ആവർത്തിക്കപ്പെടും. ഒരേ മേഖലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മേഖലയിലോട്ടൊക്കെ പോകാനുള്ള ഒരു ആർജവം എല്ലാവർക്കും തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് നമുക്ക് ശരിക്കും ഒരു മാതൃകയാണ്. മോർണിംഗ് ഡ്രൈവ് ആണ്. കൂടെയുണ്ട് ആർ ജി മത്തായും ആർ ജി ഡാനിയവും.